വേൾഡ് ഡയബറ്റീസ് ഡേ November 14th നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. എനിക്ക് ഈ അവസരം തന്നതിൽ എനിക്ക് SPYSS സമിതിയോട് നന്ദിയുണ്ട്. എനിക്ക് ഈ സമിതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ സിസ്റ്ററിനോടും എനിക്ക് നന്ദിയുണ്ട്, മിസ്സസ് അജന്ത. സോ ഞാൻ എൻ്റെ ഷോർട്ട് പ്രസന്റേഷൻ ആണ്. ഇന്ന് ഞാൻ ചൂസ് ചെയ്ത ടോപ്പിക് ലിവിങ് വെൽ വിത്ത് ഡയബറ്റീസ്. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ജീവിതം നയിക്കാം. ഈ ഒരു ധാരണയാണ് ഞാൻ ഈ പ്രസന്റേഷനിൽ ഐ വോണ്ട് ടു ഷെയർ വിത്ത് പേഷ്യൻസ് വിത്ത് ഡയബറ്റീസ് ആൻഡ് അവരുടെ കെയർ ടേക്കേഴ്സിനും ഈ ഇൻഫർമേഷൻ എനിക്ക് പാസ് ഓൺ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സോ ഈ വർഷത്തെ തീം ആണ് എഡ്യൂക്കേഷൻ ടു പ്രൊട്ടക്ട് ടുമോറോ. അതായത് നമ്മൾ പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം ആൻഡ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന കെയർ ടേക്കേഴ്സ്, ഫാമിലി മെമ്പേഴ്സിനെയും എഡ്യൂക്കേഷൻ ആണ് ഈ വർഷത്തെ നമ്മുടെ തീം. ഈ ഒരു എഫേർട്ട് ആയിട്ടാണ് എൻ്റെ ഇന്നത്തെ ദിവസം ഞാൻ ആരംഭിക്കുന്നത് SPYSS സമിതിയോടെയാണ്. സോ താങ്ക്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി സ്ലൈഡ് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈനോളജി എന്നുള്ള ഒരു ടേം അത്ര ഫെമിലിയർ അല്ല ആൾക്കാർക്ക്. എന്നെ പേഷ്യൻസ് എൻഡോക്രിമിനോളജിസ്റ്റ് കൂടെ അഡ്രസ് ചെയ്തിട്ടുണ്ട് ലെറ്റേഴ്സ് ഒക്കെ എഴുതുമ്പോൾ. എൻഡോക്രൈൻ സിസ്റ്റം ഇസ് എ സയൻസ് ഓഫ് ഹോർമോൺസ്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കെമിക്കൽ മെസ്സഞ്ചർ എന്ന് പറയും. ഈ ഡക്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗ്ലാൻഡ്സിന്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, ഇവർക്ക് ഡക്സ് കാണത്തില്ല. അതായത് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ ഹോർമോൺസ് ഫോം ആവും ആൻഡ് ഇത് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിൽ സെക്രീറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ദേഹത്ത് ഉണ്ടാവുന്ന ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ പിക്ചറാണ് ഈ ഡെപിക്ട് ചെയ്യുന്നത്. സോ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇതാണ് നമ്മുടെ എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡ്. സോ ഒരു ഓർക്കസ്ട്രയിൽ നമ്മൾ എങ്ങനെ ഒരു ബാൻഡ് മാസ്റ്റർ ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് എ ബാൻഡ് മാസ്റ്റർ. ഇതിൽ നിന്ന് ഹോർമോൺസ് വിൽ കം ആക്ട് ഓൺ മറ്റേ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ആ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഫർദർ ആയിട്ട് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. ഈ ഹോർമോൺസ് ബ്ലഡിൽ വന്നിട്ട് ബോഡിയിലെ എല്ലാ ടിഷ്യൂസിലും അത് സർക്കുലേറ്റ് ചെയ്യും. സോ ആക്ഷൻ ജനറലൈസ്ഡ് ആണ്. സോ എന്തൊക്കെ ഗ്ലാൻഡ്സ് ഉണ്ട്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്, ഇത് രണ്ടും ബ്രെയിനിലുണ്ട്. തൈറോയിഡ് വളരെ ഫെമിലിയർ ആയിരിക്കും, ഇത് കഴുത്തിലാണ്. തൈറോയിഡിന്റെ പിന്നാലെ 4 പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് ഉണ്ട്. തൈമസ്, ഇത് ചെസ്റ്റിൽ വരും. പാൻക്രിയാസ് വയറ്റില്. ഈ പാൻക്രിയാസിലാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ജെനിറ്റൽ ഓർഗൻസിൽ ഓവറി ഫീമെയിൽ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു. മെയിൽസിലെ ടെസ്റ്റിസ് മെയിൽ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. വളരെ ഒരു ചെറിയ ഗ്ലാൻഡ് ബട്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അഡ്രീനൽ ഗ്ലാൻഡ്സ്, ഇത് കിഡ്നിയുടെ മേലെ ഇരിക്കും. ഇതാണ് നമ്മുടെ ദേഹത്ത് സ്ട്രെസ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. പ്രഗ്നൻസി ടൈമിൽ പ്ലാസെന്റ എന്നുള്ള ഒരു ടിഷ്യൂ വിച്ച് കണക്ട്സ് ദ മദർ ടു ദ ബേബി, ഇതൊരു ആക്റ്റീവ് സോഴ്സ് ഫോർ ഹോർമോൺസ് ആണ്. ഇതിൽ ഉൾപ്പെടാത്ത വേറെ ചില ഓർഗൻസ് ഉണ്ട്. നമ്മുടെ ഇൻറ്റസ്റ്റൈൻസ്, നമ്മുടെ സ്റ്റമക്ക്, ഫാറ്റ് ടിഷ്യൂ, ദേഹത്തുള്ള ഫാറ്റ് വരെ ഒരു ആക്റ്റീവ് എൻഡോക്രൈൻ ഓർഗൻ ആണ്. പക്ഷെ അത് നമ്മൾ ഗ്ലാൻഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യത്തില്ല. പക്ഷെ there are other source of hormones in the body. അപ്പൊ ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് പാൻക്രിയാസിലാണ്. ഈ പാൻക്രിയാസിന് ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്, ടെയിൽ ഉണ്ട്. ഈ ടെയിൽ റീജിയനിലാണ് ഇൻസുലിൻ ഹോർമോൺ സെക്രീറ്റ് ആവുന്ന ഐലറ്റ് സെൽസ് ഉള്ളത്. എന്റെ പ്രസന്റേഷൻ ഞാൻ ഈ സ്റ്റെപ്സിലാണ് ചെയ്യാൻ പോകുന്നത്. പ്രെവലൻസ്, എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഡയബറ്റീസ് വരാൻ, എങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു, അതിന്റെ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ആൻഡ് ഇപ്പം വിത്ത് ടെക്നോളജി അത് നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് പേഷ്യന്റിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാം. പ്രെവലൻസ് നോക്കിയാൽ നമ്മൾ എവിടെയും പുറകോട്ടല്ല. ഇന്ത്യ ഇസ് റാങ്ക് 2nd ഇൻ ദ വേൾഡ്. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ചൈനയെ ഓവർടേക്ക് ചെയ്യും. വേൾഡില് ചൈന ആൻഡ് ഇന്ത്യ ആർ കൺസിഡർഡ് ദ റൈസ് ബോൾസ്. വി ആർ റൈസ് ഈറ്റേഴ്സ് ഓഫ് ദ വേൾഡ്. കാർബോഹൈഡ്രേറ്റ് കൺസംഷൻ നമുക്ക് വളരെ കൂടുതലാണ്. ആൻഡ് പ്രെവലൻസ് പ്രകാരം നോക്കിയാൽ ഇത് വളരെ യഥാർത്ഥമായിട്ട് കാണുന്നു. ഇൻ ഇന്ത്യ റീജിയണൽ ഡിഫറൻസസ് വളരെ ഒബ്സർവബിൾ ആണ്. നോക്കിയാൽ ഇപ്പൊ പ്രെവലൻസ് ഇതൊക്കെ പഴയ സർവേ ആണ്. പക്ഷെ ഞാൻ ഇത് എന്ത് ഡെപ്യൂട്ട് ചെയ്യാൻ കാരണം, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇവിടെ നോക്കിയാൽ എറണാകുളം, തിരുവനന്തപുരം, ചെന്നൈ ഒട്ടും പുറകോട്ടല്ല, ഹൈദരാബാദ്, ഈ 4 സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് റൈസ് നമ്മൾ വളരെ ഉപയോഗിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് കൺസംഷൻ 90% ആണ്. ഇവിടെ പ്രെവലൻസ് ഓൾമോസ്റ്റ് മോർ ദാൻ 10.5%. ദാറ്റ് ഈസ് 1 in 10 person may have diabetes or pre-diabetes. For diabetes പല തരങ്ങളുണ്ട്. ആൻഡ് ഇതിലെ മെയിൻ പത്തോളജി എന്താണ്? ഐദർ ഇൻസുലിൻ ഹോർമോൺ ടോട്ടലി ഡെഫിഷ്യന്റ് ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റിന് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നു. ഇത് ചൈൽഡ്ഹുഡിലാണ് വളരെ കോമൺ. പക്ഷെ ഇപ്പം നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് അഡൾട്ട്സിലും കാണുന്നുണ്ട്.
സോ അതിന് ഒരു വേറെ ടെർമിനോളജി നമ്മൾ യൂസ് ചെയ്യും, ദാറ്റ് ഇസ് കോൾഡ് ലാഡ, ലേറ്റ് ഓൺസെറ്റ് autoimmune diabetes in adults. So type 1 diabetes more common in childhood, absolute insulin deficiency and വളരെ life threatening ആണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇൻസുലിൻ. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാവും, കുറവാണ്. ആൻഡ് ഇരിക്കുന്ന ഇൻസുലിൻ സെക്രീഷൻ എന്തൊക്കെ സെക്രീറ്റ് ആവുന്നു, പക്ഷെ അതിന്റെ ആക്ഷൻ അത്ര ഒപ്റ്റിമൽ അല്ല. അത് എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ഒബേസിറ്റി ആൻഡ് എക്സസ് ഫാറ്റ്. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് വളരെ സ്ട്രോങ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസിൽ. നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് വരാം. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ വരെ ഡയബറ്റീസ് ആണ്. പ്രഗ്നൻസിയിൽ പ്ലാസെന്റ എന്ന് പറഞ്ഞ ഒരു ടിഷ്യൂ ഉണ്ട്. ഈ പ്ലാസെന്റയിൽ നിന്ന് ഒരുപാട് ഹോർമോൺസ് വരും ആൻഡ് ദേ വർക്ക് അഗെയിൻസ്റ്റ് ഇൻസുലിൻ. യൂഷ്വലി വരുന്നത് 6th month ആണ്, 24 to 28 weeks. ഇത് ഡെലിവറി ആയി കഴിഞ്ഞാൽ 97% പോവും, പക്ഷെ അടുത്ത പ്രഗ്നൻസിയിൽ പിന്നെയും വരും. മോഡി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഇൻ യങ്. ഇതൊരു തരം ഡയബറ്റീസ് ആണ്, യങ് പീപ്പിളിലാണ് വരുന്നത്, മൈൽഡർ ഫോം ആണ്. ഇതിൽ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ 3 ജനറേഷൻസ്, നമ്മുടെ പ്രീവിയസ് ജനറേഷൻ, അതിന്റെ പ്രീവിയസ് 3 ജനറേഷൻസ് അതിൽ എഫക്റ്റഡ് ആയിരിക്കും. പാൻക്രിയാറ്റിക് ഡയബറ്റീസ് കേരളത്തിൽ വളരെ കോമൺ ആണ്. പണ്ട് ടാപ്പിയോക്ക കൺസംഷന് ഇതിൽ ക്ലോസ് അസോസിയേഷൻ പറയാറുണ്ട് ബിക്കോസ് ഓഫ് തയോസൈനേറ്റ് ലെവൽസ് ഇൻ ടാപ്പിയോക്ക. പക്ഷെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്കും ക്രോണിക് കാൽസിഫിക് പാൻക്രിയറ്റൈറ്റിസിന്റെ റിസ്ക് അധികമാണ്. പാൻക്രിയറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാവത്തില്ല. ഈ ഡയബറ്റീസ് ഇൻസുലിനിലാണ് നമ്മൾ മാനേജ് ചെയ്യാറ്. സെക്കൻഡറി ഡയബറ്റീസ്, വേറെ ചില ഹോർമോൺ എക്സസീവായി സെക്രീറ്റ് ആയാൽ ബ്ലഡ് ഷുഗർ കൂടും. അതിൽ സിമ്പിൾ എക്സാമ്പിൾ ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ഗ്ലാൻഡ് അധികമായി വർക്ക് ചെയ്ത ഷുഗർ കൂടാം. കോർട്ടിസോൾ, ഈ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് സ്റ്റീറോയിഡ് ലെവൽ കൂടുതൽ പറഞ്ഞ കുഷിംഗ് സിൻഡ്രോം എന്ന് പറയും, അതിലും ഡയബറ്റീസ് വരാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ സെക്രീഷൻ കൂടിയാൽ ഡയബറ്റീസ് വരാം. സോ ഇത് സെം ടൈപ്സ് ഓഫ് ഡയബറ്റീസ്. സോ ഒരു പേഷ്യന്റ് നമുക്ക് ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഡോക്ടേഴ്സ് ഫസ്റ്റ് എന്താ ഡിസൈഡ് ചെയ്യുന്നത്, ഇത് എന്ത് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണ് പേഷ്യന്റ് ഉള്ളത്, അത് വെച്ചാണ് ഞങ്ങൾ മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ടൈപ്പ് 2 ഡയബറ്റീസ് ഒത്തിരി ഉണ്ട്. ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ പേരൻസിൽ ഒരാൾക്കുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ റിസ്ക് 12.5%. 2 പേരൻസ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ 25% റിസ്ക് കൂടുതൽ. പക്ഷെ all Indians are at risk for diabetes because നമുക്കൊരു racial predisposition ഉണ്ട്. All Southeast Asians have racial predisposition to diabetes. Weight കൂടിയാൽ BMI more than 23 ആണ് കട്ട് ഓഫ്, that is described as obesity. Weight കൂടിയാൽ ഡയബറ്റീസ് വരാൻ ചാൻസസ് അധികമാണ്. ഇനാക്റ്റീവ്, നമ്മൾ എല്ലാവരും ഇപ്പൊ ഡെസ്ക് ജോബ്സിലാണ് ഇരിക്കുന്നത്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നവർക്ക് ഇത് വരാം. ഓൾറെഡി ഹൈപ്പർ ടെൻഷൻ, ഒബേസിറ്റി ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് വരാം. അബ്നോർമൽ കൊളസ്ട്രോൾ, ആർക്കെല്ലാം കൊളസ്ട്രോൾ വളരെ കൂടുതലോ ഈ ബ്ലഡ് കൊളസ്ട്രോൾ പോയി ലിവറിൽ ഡെപ്പോസിറ്റ് ആവും, ഫാറ്റി ലിവർ എന്ന് പറയും. ഈ ഫാറ്റി ലിവറിൽ ഇൻസുലിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് സോ ഹൈ കൊളസ്ട്രോൾ ക്യാൻ ലീഡ് ടു സെക്കൻഡറി ഡയബറ്റീസ്. സോ കൊളസ്ട്രോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആണ്, അത് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വന്നവർക്ക് ഫ്യൂച്ചറിൽ ഡയബറ്റീസുടെ റിസ്ക് കൂടുതലാണ്. ഏജ് ഇസ് എ റിസ്ക് ഫാക്ടർ. പിന്നെ ഓൾറെഡി ബോർഡർ ലൈൻ ഷുഗേഴ്സ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വർഷം ഷുഗർ ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പൊ കട്ട് ഓഫ്സ് എന്തൊക്കെയാണ്? ഒരു നോർമൽ ആൾക്ക് ഫാസ്റ്റിംഗ് ഷുഗർ ലെസ് ദാൻ 100 ആയിരിക്കും. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് 140 അകമായിരിക്കണം. ആൻഡ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ഷുഗർ 126 മേലെ ഇരുന്നാൽ അല്ലെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ അബൌട്ട് 200. ഇതാണ് കട്ട് ഓഫ്സ് ഫോർ ഡയഗ്നോസിങ് ഡയബറ്റീസ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഈ നടുവിലുള്ള സെക്ഷനാണ്, പ്രീ ഡയബറ്റീസ്. സോ ഒരു പേഷ്യന്റ് പ്രീ ഡയബറ്റീസോടെ വന്നാൽ, ദാറ്റ് ഇസ് ഫാസ്റ്റിംഗ് ഷുഗർ ബിറ്റ്വീൻ 100 to 126 ആൻഡ് പോസ്റ്റ് മീൽ ബിറ്റ്വീൻ 140 to 200, ഈ ഒരു കാറ്റഗറിയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യേണ്ടത്. ബിക്കോസ് ഈ ഒരു കാറ്റഗറി റിവേഴ്സിബിൾ സ്റ്റേറ്റിലായിരിക്കാം. സോ ഇവർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആൻഡ് ഇഫ് യു കൗൺസിൽ ദം വെൽ, ഇവർക്ക് നോർമലായി മാറാം. അല്ലെങ്കിൽ ഡയബറ്റീസോടെ ഓൺസെറ്റ് നമുക്ക് ഡിലേ ചെയ്യാം. സോ എന്തൊക്കെയാണ് വാർണിംഗ് സിംറ്റംസ്? അൺഎക്സ്പ്ലെയിൻ വെയിറ്റ് ലോസ്. അൺഎക്സ്പ്ലെയിൻ വെയിറ്റ് ലോസ് ഇൻ സ്പൈറ്റ് ഓഫ് ഗുഡ് അപ്പറ്റൈറ്റ്, നല്ല വിശപ്പുണ്ടായിട്ടും വെയിറ്റ് കുറഞ്ഞുകൊണ്ട് വരുന്നു. ഈ ഒരു കണ്ടീഷനിൽ ഞങ്ങൾക്ക് 2 കണ്ടീഷൻസ് ആണ് ഞങ്ങൾ ഡിഫറൻഷ്യൽസ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് ഡയബറ്റീസ്, രണ്ടാമത് ഹൈപ്പർ തൈറോയിഡിസം. തൈറോയിഡ് ലെവൽസ് കൂടിയാലും ഇതേ സിംറ്റം ആണ് പേഷ്യന്റ് ഉള്ളത്. ചിലർക്ക് ബ്ലറിംഗ് ഓഫ് വിഷൻ കാണും. ഷുഗർ പെട്ടെന്ന് കൂടുമ്പോൾ കണ്ണ് ചെറിയ അക്ഷരം കാണത്തില്ല. നംനെസ് ഓർ ടിംഗ്ലിംഗ് ഓഫ് ഹാൻഡ്സ് ഓർ ഫീറ്റ്, വളരെ ടയർഡായി ഫീൽ ചെയ്യുന്നത്. ഡ്രൈനെസ് ഓഫ് മൗത്ത്, 300-400 ഷുഗേഴ്സ് ആയ മൗത്ത് എല്ലാം അങ്ങ് കാഞ്ഞു പോകും, ഡ്രൈ ആയും. സ്കിൻ ക്യാൻ ബിക്കം ഡ്രൈ. ആ ഡ്രൈ സ്കിൻ കാരണം ചിലർക്ക് ചൊറിച്ചിൽ വരാൻ തുടങ്ങും, അതൊരു സിംറ്റം ആവാം. ഇൻക്രീസ് യൂറിനേഷൻ തേഴ്സ്റ്റ്, ഇതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു സിംറ്റം, പക്ഷെ ഇത് വരാൻ വളരെ വൈകും.
ഷുഗേഴ്സ് 350, 400 ആയി കഴിഞ്ഞതിന് ശേഷമേ ഇങ്ങനത്തെ സിംറ്റംസ് വരത്തുള്ളൂ. പക്ഷെ നമ്മൾ അതിന് മുമ്പ് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യണം. അതാണ് വി ട്രൈ ടു ഡു ഇറ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി. സോ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ഷുഗേഴ്സ് എല്ലാം ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. കുറെ ആൾക്കാർക്ക് ഡയഗ്നോസ് ചെയ്യാണ്ട് പോപ്പുലേഷനിൽ ഇരിപ്പുണ്ട്. അപ്പൊ അവർക്കൊക്കെ സ്ക്രീനിങ് ടെസ്റ്റ് നമ്മൾ ഓഫർ ചെയ്യണം. നോൺ ഹീലിംഗ് സോഴ്സ്, എന്തെങ്കിലും മുറിവുണ്ട്, ഹീൽ ആവുന്നില്ല, ഡയബറ്റീസ് സസ്പെക്റ്റഡ്. ഫംഗൽ ഇൻഫെക്ഷൻസ്, യൂറിൻ പോർണാടും ചൊറിച്ചിൽ, ജെൻസ് ലേഡീസ് രണ്ടുപേർക്കും വെജൈനൽ കാൻഡിഡിയാസിസ് ഓർ ബാലനോപോസ്റ്റൈറ്റിസ്. ഈ രണ്ട് സിറ്റുവേഷൻ, ചിലർക്ക് വായിൽ തന്നെ പുണ്ണ് വരും, ഫംഗൽ ഇൻഫെക്ഷൻസ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കിന്നിൽ വരാം, റിംഗ് വേം ഇൻഫെക്ഷൻ. ഇതൊക്കെ വന്നാൽ ഡയബറ്റീസ് നമ്മൾ എപ്പോഴും റൂൾ ഔട്ട് ചെയ്യണം. ആദ്യമായിട്ട് എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഫാസ്റ്റിംഗ് ഷുഗർ ചെക്ക് ചെയ്യും, ചെക്ക് ചെയ്യും. HbA1c എന്ന് പറഞ്ഞാൽ 3 months ആവറേജ്. ഇത് നമുക്ക് ഡയഗ്നോസ്റ്റിക് വാല്യൂ ഉണ്ട്, പക്ഷെ നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോഴും ഇത് വളരെ once in 3 months ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ, ഞാൻ പറഞ്ഞ പോലെ നിറയെ പേർക്ക് കൊളസ്ട്രോൾ ആദ്യമേ ഹൈ ആയിരിക്കും. ആ ഹൈ കൊളസ്ട്രോൾ കാരണമായിരിക്കും ഷുഗർ കൂടാൻ കാരണം. സോ ലിപ്പിഡ് പ്രൊഫൈൽ എല്ലാവർക്കും സ്ക്രീനിങ് ടൈമിൽ ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. യൂറിൻ റുട്ടീൻ ആൻഡ് കീറ്റോൺസ്. ഈ കീറ്റോൺ ബോഡീസ് യൂഷ്വലി ടൈപ്പ് 1 ഡയബറ്റീസിലാണ് ഞങ്ങൾ കാണുന്നത്. കിഡ്നി, ലിവർ ഫംഗ്ഷൻ, എക്സ്റേ. നമ്മുടെ കൺട്രിയിൽ ട്യൂബർകുലോസിസ് എന്നുള്ള ഒരു ഡിസീസ് വളരെ കോമൺ ആണ്. ആൻഡ് നിറയെ ടൈം ഇത് സൈലന്റ് ആവാം. പേഷ്യന്റ് ചുമയോ ഫീവറോ അതൊന്നും ഉണ്ടാവണമെന്നില്ല. ആദ്യമായിട്ട് ഷുഗേഴ്സ് പേഷ്യന്റ് ചിലപ്പോൾ 300, 400 ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ചെസ്റ്റ് എക്സ്റേ നോക്കുമ്പോൾ സൈലന്റ് ഷാഡോസ് അതിൽ കാണും. സോ മെനി എ ടൈം ചെസ്റ്റ് എക്സ്റേ ക്യാൻ റിവീൽ സൈലന്റ് ട്യൂബർകുലോസിസ്. സോ ഇത് ഞങ്ങൾ എപ്പോഴും അഡ്മിഷൻ ചെയ്യാറുണ്ട്. അൾട്രാസൗണ്ട് അബ്ഡമൻ, നിറയെ പേർക്ക് പാൻക്രിയാറ്റിക് ഡിസീസ് ഉണ്ടെന്ന് അറിയത്തു പോലും ഇല്ല. ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നുണ്ടാവും, കല്ലുണ്ടാവും. സോ അൾട്രാസൗണ്ടിൽ നമ്മൾ കാണുന്നത് മെയിൻലി ഫാറ്റി ലിവർ ഉണ്ടോ, അത് എത്ര ഗ്രേഡ് ആണ്, പാൻക്രിയാസിലെ ഫാറ്റി ചേഞ്ചസ് ഉണ്ടോ, അതിൽ കല്ലുണ്ടോ, ഇതൊക്കെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ഞങ്ങൾ പ്രഗ്നൻസിയിൽ ഓഫർ ചെയ്യുന്നത്. 75 grams ഗ്ലൂക്കോസ് ലോഡ് കൊടുത്തിട്ട് ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട്. ടാർഗറ്റ് എന്താണ്? ഒരു പേഷ്യന്റ് ഓൾറെഡി ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗർ നമ്മൾ 110 അകം ട്രൈ ടു വി ഹാവ് ടു കൺട്രോൾ. ആഹാരം കഴിച്ചതിന് ശേഷം ലെസ് ദാൻ 180. 3 മാസത്തെ ആവറേജ് the HbA1c, glycosylated hemoglobin, our target over age in a different target. Young people we keep a very stringent target, less than 6.5%. Elderly with complications, ഞങ്ങൾ കുറച്ചും കൂടെ higher targets വെക്കും. തീരെ elderly, extreme elderly, above 80, we keep it at 8 to 9%. അവർക്ക് sugars less than 200 maintain ചെയ്താൽ മതി. Because നമ്മൾ മെഡിസിൻ കൊടുത്ത് low sugars വന്നാൽ അത് കൂടുതൽ ഡാമേജിങ്. So we have to keep the HbA1c targets according to the age group. പ്രഗ്നൻസിയിൽ കട്ട് ഓഫ്സ് വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഫാസ്റ്റിംഗ് ലെസ് ദാൻ 90 ആൻഡ് 1 hour പോസ്റ്റ് മീൽ ലെസ് ദാൻ 140. ബിക്കോസ് മെറ്റർണൽ ഷുഗേഴ്സ് 140യുടെ മേലെ ആയാൽ ബേബിയെ ബാധിക്കും. കൊളസ്ട്രോളുടെ കട്ട് ഓഫ് അറിഞ്ഞിരിക്കണം. ടോട്ടൽ കൊളസ്ട്രോൾ ഷുഡ് ബി ലെസ് ദാൻ 200. ട്രൈഗ്ലിസറൈഡ് ഒരു കെട്ട ഫ്രാക്ഷൻ ആണ്. ഇത് ചിലർക്ക് വളരെ കൂടുതലായിരിക്കും. ഇത് കാരണം ഫാറ്റി ലിവേഴ്സ് എളുപ്പമായിട്ട് വരാം. ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ലെസ് ദാൻ 150. LDL ആണ് ബാഡ് കൊളസ്ട്രോൾ. ഇത് ലെസ് ദാൻ 100 ആണ് ഞങ്ങൾ ടാർഗറ്റ് വെക്കുന്നത് ഇൻ പേഷ്യൻസ് വിത്ത് ഡയബറ്റീസ്. ഇപ്പൊ ഡയബറ്റീസ് ഇല്ലെങ്കിൽ മൈൽഡ് കൊളസ്ട്രോൾ എല്ലാം ഞങ്ങൾ ഇഗ്നോർ ചെയ്യാറുണ്ട്, ഉടനെ മെഡിസിൻ തുടങ്ങത്തില്ല. പക്ഷെ ആർക്കെല്ലാം ഷുഗേഴ്സ് ഉള്ളോ അവർക്ക് LDL ഷുഡ് ബി മെയിൻറ്റെയിൻ ലെസ് ദാൻ 100. ആർക്കെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ഹാർട്ട് ഡിസീസ് ഉണ്ടോ അവർക്ക് LDL വി ഹാവ് ടു കീപ് ലെസ് ദാൻ 70 ടു എൻഷുർ ഗുഡ് ഔട്ട്കം. നമ്മൾ എന്തുകൊണ്ട് ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യും? എന്റെ OPD ചിലപ്പോൾ പേഷ്യൻസ് മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് വരും 600 ഷുഗേഴ്സ്, ഒരു സിംറ്റമും ഇല്ല, നല്ല ആക്റ്റീവ്, എല്ലാം ജോലിക്ക് പോകുന്നു. ഒരു കാരണം അവർ ജസ്റ്റ് സർപ്രൈസ്ഡ് ആൻഡ് ഷോക്ക്, അത് വിശ്വസിക്കത്തില്ല. ഷുഗേഴ്സ് 300 ആണ്, എനിക്കൊരു സിംറ്റമും ഇല്ല. സോ നിറയെ ടൈം പേഷ്യൻസിന് സിംറ്റം കാണത്തില്ല. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യുന്നു? ഒന്ന്, ഹൈ ഷുഗേഴ്സ് ഉണ്ടായാൽ ആസ് ദ ഇയേഴ്സ് ഗോ ബൈ ബ്ലഡ് വെസൽസ് എഫക്റ്റ് ആവും. ഈ നമ്മുടെ ബോഡിയിൽ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്, അതിന് മൈക്രോവാസ്കുലേച്ചർ എന്ന് പറയും. only in few micron diameter. ഈ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ആണ് കണ്ണിലെ റെറ്റിനെ ബാധിക്കുന്നത്, കിഡ്നി ബ്ലഡ് വെസൽസ് ബാധിക്കുന്നത്. ആൻഡ് ഇൻ നെർവ്സും നമ്മൾ ബോഡിയിലുള്ള നെർവ്സിൽ ബ്ലഡ് സപ്ലൈ ഉണ്ട്, ന്യൂറോപ്പത്തി. ഈ 3 കോംപ്ലിക്കേഷൻസ് ആർ കോൾഡ് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്. മാക്രോവാസ്കുലർ എന്ന് പറഞ്ഞാൽ വലിയ ബ്ലഡ് വെസൽസ്. സോ ബ്രെയിനിൽ പോകുന്ന ബ്ലഡ് വെസൽസ് സ്ട്രോക്ക് ഉണ്ടാവാം, ഹാർട്ടിൽ പോകുന്ന ബ്ലഡ് വെസൽസ് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് ഓർ അതർ ഇസ്കീമിക് കണ്ടീഷൻസ് വരാം. അല്ലെങ്കിൽ കാലിൽ പോകുന്ന ബ്ലഡ് ഫ്ലോ, ഇതിൽ ചിലവർക്ക് പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലർ ഡിസീസ്, ഇത് കാരണം മുറിവ് ഹീൽ ആവാതെ ഇരിക്കാം. അല്ലെങ്കിൽ അൾസേഴ്സ് ഓർ ബാഡ് ഇൻഫെക്ഷൻസ് ക്യാൻ കം. അല്ലെങ്കിൽ ഗാംഗ്രീൻ എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്, അതും വരാം. അക്യൂട്ട് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? മെഡിസിൻ കൊടുത്തതിന് ശേഷം ഹൈപ്പോഗ്ലൈസീമിയ, എസ്പെഷ്യലി മോർ കോമൺ ഇൻ ടൈപ്പ് 1 ഡയബറ്റീസ്, ബിക്കോസ് അവർക്കാണ് നമ്മൾ ഇൻസുലിൻ കൂടുതലും കൊടുക്കുന്നത്.
Diabetic ketoacidosis, again, more common in type 1, but type 2 diabetes, insulin non-dependent diabetes, especially infections. Hyperosmolar coma, elderly people, 675 age in a male, dehydrated condition, 600, 700 sugars, this is life-threatening. Acute infections, address blood lake spread because of high blood sugars. Mattu complications, that is, liver. Fatty liver patients educate. It's called non-alcoholic fatty liver disease. Alcohol edukame namakku fatty changes varam. Diabetes adu valare common aanu. Pinne elderly people sugar koodiyal, especially 10 years 15 years diabetes duration ullappam patients functional disability varam. Posture, because of neuropathy avarku posture maintain cheyan pattathilla. Muscle tone korayum, muscle mass korayum because of muscle wasting. High sugars le neuropathy varamba pala changes undavum. Brain blood vessel, small vessel disease varamba memory loss, dementia idellam varam. So idakke extra complications aanu which we try to address in diabetes. So nammal manage cheyyunna enganeyana? There are 3 steps: diet, second step exercise, and third medication. Adile 4-5 undu, adu njan pinnid parayam. But these are the 3 main things which we ഇതാണ് ഡയബറ്റിക് പിരമിഡ്. നമ്മൾ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, ഇൻഫാക്ട് കഴിക്കണം. പക്ഷെ നമ്മൾ അത് ചോയ്സ്, സോ നമ്മൾ ബേസ് ഓഫ് ദ പിരമിഡ് മാക്സിമം 50%, ഇൻസ്റ്റെഡ് ഓഫ് 90% കാർബ്സ് നമ്മൾ അത് കുറച്ചിട്ട് 50% ആയി കൊണ്ടുവരാം. വി ഷുഡ് ഓൾസോ ഹാവ് 3 to 5 servings of vegetables. ഫ്രൂട്ട്സും കഴിക്കാം. കൺട്രോൾ ആയതിനു ശേഷം 1 fruit exchange is allowed in a diabetic diet. Meat, avoid red meat. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യണം. മറ്റേ മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ് കഴിക്കാം. நிறைய பேர் veganism னு പറഞ്ഞു milk and milk products avoid ചെയ്യും, പക്ഷെ അതിനുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. ലീസ്റ്റ് ഇൻടേക്ക് സ്വീറ്റ്സ് കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നത്തിങ് ഈസ് ഫോർബിഡൻ ഇൻ ഡയബറ്റീസ്. അത് കാരണമാണ് ഞങ്ങൾ പറയുന്നത്, വൺസ് യു കീപ് യുവർ ഷുഗേഴ്സ് അണ്ടർ കൺട്രോൾ യു ക്യാൻ ഹാവ് ഹോളിഡേസ് once in 15 days. അതിൽ 3 months ആവറേജ് ഒന്നും എഫക്ട് ആവത്തില്ല. യു ക്യാൻ ലീഡ് എ നോർമൽ ലൈഫ്, ബട്ട് റെസ്ട്രിക്ട് സ്വീറ്റ് ആൻഡ് ബെവറേജസ്, അത് അവോയ്ഡ് ചെയ്യുക. ഫ്രൂട്ട്സ്, നമ്മൾ വെൽ കൺട്രോൾ ഡയബറ്റീസ് ആണെങ്കിൽ ജ്യൂസസ് അവോയ്ഡ് ചെയ്യണം. ഹോൾ ഫ്രൂട്ട് മഞ്ച് ചെയ്ത് കഴിക്കാം. ഞങ്ങൾ ക്വാർട്ടർ പ്ലേറ്റ് റൂൾ എന്ന് പറഞ്ഞ് പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ റൈസ്, ചപ്പാത്തി ഇതൊക്കെയാണ് റെഗുലർ ആയിട്ട് കഴിക്കുന്ന കാർബ്സ്. ഇത് ഒരു 1/4 ഓഫ് യുവർ പ്ലേറ്റ് ഓൺലി ഷുഡ് ബി ഓക്കുപൈഡ് ബൈ യുവർ കാർബ്സ്, 1/4 ബൈ പ്രോട്ടീൻ ആൻഡ് 50% ബൈ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ്. ഇതാണ് ഞങ്ങളുടെ റെഗുലർ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഒരു എൻറ്റിറ്റി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഗ്ലൈസെമിക് ഇൻഡെക്സ്. ചില ഫുഡ് സ്റ്റഫ്സിൽ പെട്ടെന്ന് ഷുഗർ കൂടും, അതിന് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഫുഡ് എന്ന് പറയും. അതിലാണ് നമ്മൾ കഴിക്കുന്ന റൈസ്, പൊട്ടാറ്റോ, sugar, cornflakes, rice products, white bread. ഇതിലെല്ലാം പെട്ടെന്ന് ഷുഗർ കൂടും. സോ ഇതിന് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ്. ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് സീരിയൽസ്, ലെഗ്യൂംസ്, എല്ലാം പൾസസ്, മിൽക്ക് പ്രോഡക്ട്സ്, എല്ലാ വെജിറ്റബിൾ, ഗ്രൗണ്ടിന്റെ മേലെ വളർന്ന് ഗ്രൗണ്ടിന്റെ താഴെ വളർന്ന് ക്യാരറ്റ് ആൻഡ് ടേർണിപ്പ്, ദേ ആർ കൺസിഡർഡ് ടു ഹാവ് ഹൈ ഫൈബർ. അതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഫ്രൂട്ട്സിൽ ലോ ഗ്ലൈസെമിക് ഫ്രൂട്ട്സ് വേണം കഴിക്കാൻ. ആപ്പിൾ, പ്ലം, ഓറഞ്ച്, പപ്പായ, ഗോവ. മറ്റേ മാംഗോ, ബനാന ഒക്കെ റെഗുലർ ആയിട്ട് കഴിക്കാൻ പാടില്ല. ഫാറ്റ്സ്, ഇത് എപ്പോഴും ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിയുന്നതും സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ഡയറ്റിൽ ലെസ് ദാൻ 7% മെയിൻറ്റെയിൻ ചെയ്യണം. അവോയ്ഡ് എന്ന് പറയത്തില്ല, റെസ്ട്രിക്ട് കൺസംഷൻ ഓഫ് ഘീ, ബട്ടർ, മയോണൈസ്, പാം ഓയിൽ. കോക്കനട്ട് ഓയിൽ ഹാസ് ഇറ്റ്സ് ഓൺ മെഡിസിനൽ പ്രോപ്പർട്ടീസ്, ബട്ട് കംപ്രസ്ഡ് ഫോമിൽ നമ്മൾ അത് യൂസ് ചെയ്യാം ഇൻ മോഡറേഷൻ. ഓയിൽസ് വിത്ത് മൂഫ, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് പ്രിഫേർഡ്, which is seen in olive, mustard, ground oil, നല്ലെണ്ണ, റൈസ് ബ്രാൻ ഓയിൽ. ഇതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ആൻഡ് 10% പൂഫ ഉള്ള സൺഫ്ലവർ, സാഫ്ലോറിൽ അത്രയും പൂഫയില്ല, പൂഫയാണ് കൂടുതൽ. ദാറ്റ് ഇസ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, കൂടുതൽ ഹെൽത്തി മൂഫ. ഓയിൽസ് വിത്ത് ആൽഫ ലിനോളിക് ആസിഡ്, ഇത് omega-3 ഫാറ്റി ആസിഡ്സിൽ കൺവേർട്ട് ആവും. ഇത് ഹൈലി റെക്കമെൻഡഡ് ആണ്. പക്ഷെ ഇത് നമ്മൾ സാധാരണ മസ്റ്റർഡ് ഓയിൽ സൗത്തിൽ യൂസ് ചെയ്യാറില്ല, പക്ഷെ നല്ലതാണ്. ഫ്ലാക്സ് സീഡ് ഓയിൽ, മസ്റ്റർഡ് ഓയിൽ, സോയാബീൻ ഓയിൽ ആൻഡ് റൈസ് ബ്രാൻ ഓയിൽ, അത് നമുക്ക് ഇപ്പോൾ കോമൺ ആയിട്ട് കിട്ടാറുണ്ട്. അടുത്തത് എക്സസൈസ്. എക്സസൈസിൽ 150 is considered the magic number. You can do any form of exercise in diabetes. ഒന്നും കോൺട്രാ ഇൻഡിക്കേറ്റഡ് അല്ല. പക്ഷെ കോംപ്ലിക്കേഷൻസ് വന്നാൽ നമുക്ക് എപ്പോഴും ഒരു കാർഡിയാക് ക്ലിയറൻസ് ആവശ്യമാണ്. സോ എല്ലാം ചെയ്യാം. വാക്കിംഗ് ഇസ് ദ സിംപ്ലസ്റ്റ്. 150 എന്ന് പറഞ്ഞാൽ 50 minutes of 3 times a week, 30 minutes 5 times a week, or 25 minutes 6 times a week. But you try to do at least 150 minutes of exercise every week. Walking poam, yoga, which you are doing every day, is a very ideal way.
of exercising your muscles and other diabetes nu valare nalladanu. Isotonic exercises, weightlifting, cycling, swimming ഞങ്ങൾ type 1 diabetes encourage ചെയ്യാറില്ല. ചെറിയ കുട്ടികൾക്ക് hypoglycemia identify ചെയ്യാൻ പ്രയാസം കാണും. Adults it is okay. Exercise ഒരു pyramid ഉണ്ട്. കഴിയുന്നതും stairs climb ചെയ്യുക, household activity ചെയ്യുക, നടക്കുക. 3 to 5 days a week, try to cycle if you know, brisk walking, jogging, football, badminton, ഇതൊക്കെ നല്ല forms of exercise ആണ്. At least twice a week, you can do strength exercises of flexibility, stretching, push-ups, planks, leg press, sit-ups, ഇതെല്ലാം ചെയ്യാം. Limit ചെയ്യേണ്ടത്, don't sit at the desk. ഇപ്പൊ ഞങ്ങൾ heart attack ന് വേറൊരു പേര് പറയാറുണ്ട്. We call it as desk attacks. So if you are working on a desk, please be careful. Try to walk as much as you can. യോഗ, എനിക്ക് ഈ യോഗ സമിതിയിൽ ഞാൻ ഈ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ സ്ലൈഡ്സ് തീർച്ചയായും ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് യോഗ ഇസ് കൺസിഡർഡ് ടു ബി വെരി വെരി ഗുഡ് ഫോർ ഡയബറ്റീസ്. ഇറ്റ്സ് എ ബോഡി മൈൻഡ് എക്സസൈസ്. യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക്കായി ഡിസിപ്ലിൻ ലൈഫിൽ വരും. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഇത് ഉടനെ വരും. ജുഡീഷ്യസ് യൂസ് യോഗ ചെയ്യണം. ഇറ്റ് ഇസ് റെക്കമെൻഡഡ്. ഇറ്റ്സ് എ ഗുഡ് സ്ട്രെസ് ബസ്റ്റർ. മൈൻഡിലെ ഉള്ള സ്ട്രെസ് വളരെ കുറയും. സോ സ്ട്രെസ് ഹോർമോൺസ് കുറയുമ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. Insulin resistance കുറയുമ്പോൾ ഡയബറ്റീസ് ഇംപ്രൂവ് ആവും. ഇറ്റ് റെഡ്യൂസസ് ആങ്സൈറ്റി, ബ്ലഡ് പ്രഷർ കുറയും. ഇറ്റ് ഇംപ്രൂവ്സ് മസിൽ സ്ട്രെങ്ത്, ഓക്സിജൻ അപ്ടേക്ക് ആൻഡ് മസിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ. സോ ബ്ലഡ് ഷുഗറും കുറയാം. സോ യോഗയിൽ വരുന്ന നമുക്ക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ബിഹേവിയറൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇറ്റ് ഇൻക്രീസസ് അഡിയറൻസ് ടു ഡയറ്റ്. ഇൻഫാക്ട് മെഡിസിൻസിലുള്ള അഡിയറൻസും യോഗ ചെയ്യുന്നവരിൽ കൂടുതലാണ്. Psychological changes, their moods are better, they're less depressed, less anxious. Physiological changes, it leads to body fat distribution മാറും. ആരൊക്കെ റെഗുലർ ആയിട്ട് യോഗ ചെയ്യുന്നോ അവരുടെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഹെൽത്തി ഫോമിൽ മാറും. അതാണ് ആദ്യം കാണുന്നത്. വെയിറ്റ് റിഡക്ഷൻ ആദ്യം കാണത്തില്ല. ബട്ട് ഫാറ്റ് റീഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് വെരി ഗുഡ് ഫോർ ഡയബറ്റീസ്. മസിൽസിൽ ബ്ലഡ് ഫ്ലോ കൂടുന്നത് കാരണം ഓക്സിജൻ അപ്ടേക്കും കൂടും, ഷുഗർ അപ്ടേക്കും കൂടുന്നത് കാരണം ബ്ലഡ് ഷുഗേഴ്സ് അധികം ആവത്തില്ല. It also leads to immunomodulation, stress hormones കുറയും. And in the subsequent slides, ഇത് ഞാൻ ഒരു ജേർണലിന് എടുത്തതാണ്. That yogasanas, നമ്മൾ ചെയ്യുന്ന ഭുജംഗാസന, we are doing even halasana, all asanas, എല്ലാമേ most of these asanas lead to rejuvenation, especially forward bends ഉള്ളതിലെല്ലാം they say that it massages the pancreas, stimulating insulin secretion. Pranayama and breathing techniques നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നു. ഇൻഫാക്ട് ഇഫ് യു ക്യാൻ സ്പെൻഡ് സം മോർ ടൈം ഇറ്റ് റിയലി ലീഡ്സ് ടു നിറയെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇറ്റ് യൂഷ്വലി ബെനിഫിറ്റ്സ് എൻഡോക്രൈൻ സിസ്റ്റമിൽ വരുന്നത് ന്യൂറോണൽ സിസ്റ്റം വഴിയാണ്. സോ ഇറ്റ് ഓഗ്മെന്റ്സ് ദ ബ്ലഡ് ഫ്ലോ ടു ദ ബ്രെയിൻ. ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്. പിന്നെ കാമിങ് എഫക്റ്റ് ആണ്. നമ്മൾ എസ്പെഷ്യലി ഭ്രാമരി എല്ലാം ചെയ്യുമ്പോൾ ഹാസ് എ വെരി സൂതിങ് ആൻഡ് എ കാമിങ് എഫക്ട് ഓൺ ദ മൈൻഡ്. ഇംപ്രൂവ്സ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. നമ്മൾ ശീതലി പ്രാക്ടീസ് ചെയ്യുന്നു. അതിൽ ഇറ്റ് ലോവേഴ്സ് ബ്ലഡ് പ്രഷർ ആൻഡ് ഓൾസോ ഹാസ് എ കൂളിംഗ് എഫക്ട് ഓൺ ദ ബോഡി. മോസ്റ്റ്ലി നമ്മൾ ഈ ചന്ദ്രഭേദൻ സൂര്യഭേദം ചെയ്യുമ്പം ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മുടെ ദേഹത്തുണ്ട്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം വിച്ച് ക്യാൻ ബി അഫക്റ്റഡ് ഇൻ ഡയബറ്റീസ്. എസ്പെഷ്യലി 10-15 ഇയേഴ്സ് ആയി കഴിഞ്ഞാൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമിൽ 2 കമ്പോണൻസ് ഉണ്ട്, സിമ്പത്തറ്റിക് ആൻഡ് പാരസിമ്പത്തറ്റിക്. ഈ സിസ്റ്റമാണ് നമ്മുടെ ബോഡിയിൽ എല്ലാ ഓർഗൻസും സപ്ലൈ ചെയ്യുന്നത്. അകത്ത് നമ്മുടെ ഹാർട്ട്, ഇൻറ്റസ്റ്റൈൻ എല്ലാമേ സപ്ലൈ ചെയ്യുന്ന വേഗൽ പാരസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ കാരണമാണ്. ഈ സിസ്റ്റംസിന് നല്ല ബെനിഫിഷ്യൽ എഫക്ട്സ് യോഗയിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ആൻഡ് കോൺട്രാഇൻഡിക്കേഷൻസ്? ഫാസ്റ്റ് പേസ്ഡ് യോഗ പ്രാക്ടീസ് ആൻഡ് വിഗറസ് എക്സസൈസസ് ഇൻ എക്സ്ട്രീം ടെമ്പറേച്ചർ. ചില കൺട്രീസിലെല്ലാം ഹോട്ട് യോഗ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് ചിലപ്പം ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ പീപ്പിൾ വിത്ത് ഡയബറ്റീസ്. ബിഗിനേഴ്സ് എപ്പോഴും ഷുഡ് അവോയ്ഡ് എക്സ്ട്രീം പ്രാക്ടീസസ്. ഡയബറ്റീസിൽ പലർക്കും ജോയിന്റ് പ്രോബ്ലംസ് ഉണ്ടാവും ബിക്കോസ് ഓഫ് ഹൈ ബ്ലഡ് ഷുഗേഴ്സ് ഫോർ ലോങ് ടൈം. ഡീജനറേറ്റീവ് ചേഞ്ചസ് കൂടുതൽ കാണും. സോ ഓവർലുക്ക് ചെയ്യാൻ പാടില്ല. വേദന ഉണ്ടെങ്കിൽ, ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ ആ ആസന ചെയ്യരുത്. ദോസ് ഹു ആർ ടേക്കിംഗ് ട്രീറ്റ്മെന്റ് ഫോർ ഡയബറ്റീസ്, നമ്മൾ സാധാരണ യോഗയ്ക്ക് വരുമ്പം വെള്ളം കുടിച്ചിട്ട് വരും, എംപ്റ്റി സ്റ്റമക്കാണ് വരുന്നത്. പക്ഷെ ആരൊക്കെ ഇൻസുലിനും ടാബ്ലറ്റ്സ് എടുക്കുന്നോ അവർ ഒരു ലൈറ്റ് സ്നാക്സ് എടുത്ത് വരുന്നതായിരിക്കും ഭേദം. ബിക്കോസ് നമ്മൾ യോഗ ചെയ്യുമ്പം ഷുഗർ അപ്ടേക്ക് വരും. മസിൽസിലാണ് ഷുഗർ അങ്ങ് പോകുമ്പോൾ ബ്ലഡ് ഷുഗർ കുറയാം. എസ്പെഷ്യലി പീപ്പിൾ ഓൺ ഇൻസുലിൻ. ലൈറ്റ് ആയിട്ട് സ്നാക്സ് എടുക്കുക. ഇൻവേർട്ടഡ് പോസസ്, സർവാംഗാസന, ശീർഷാസൻ, ഇതിൽ ബ്ലഡ് റഷ് വരും ബ്രെയിനിലേക്ക്. അപ്പൊ റെറ്റിനോപ്പതി ഉള്ളവർക്ക് അത് റിസ്കിയാണ്. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റോ ബ്ലീഡിംഗ് വരാം. സോ ഐ കോംപ്ലിക്കേഷൻസ് ഉള്ളവർ ട്രൈ നോട്ട് ടു ഡു ഇൻവേർട്ടഡ് പോസസ്. ബാലൻസിങ് പോസസ് അതേപോലെ ആർക്കൊക്കെ ന്യൂറോപ്പതി സിവിയർ ആയിട്ടുണ്ട്, ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ
ബാലൻസിങ് പോസ്റ്റേഴ്സ് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക, ബിക്കോസ് അതിൽ പോസ്റ്റർ എഫക്ട് ആവുന്നുണ്ട്, ഇഞ്ചുറി കീഴെ വീഴാം. ആൻഡ് ഓൾഡ് പീപ്പിൾ ഷുഡ് നോട്ട് ഫോൾ ഡൗൺ ബിക്കോസ് ദ നെക്സ്റ്റ് ഡിസ്റ്റർബിംഗ് തിങ് ഇസ് ഫ്രാക്ചേഴ്സ്. പേഷ്യൻസ് വിത്ത് ഡയബറ്റീസ് അവർക്ക് ഓസ്റ്റിയോപോറോസിന്റെ റിസ്ക്കും കൂടുതലാണ്. സോ ബാലൻസിങ് പോസ്റ്റേഴ്സ് കഷ്ടമാണെങ്കിൽ പിടിച്ച് ചെയ്യുക. ഓട്ടോണോമിക് ന്യൂറോപ്പത്തിയിൽ ചിലർക്ക് പെട്ടെന്ന് പോസ്റ്റർ ചേഞ്ച് ആകുമ്പോൾ ഡിസിനെസ് വരും, കിടന്ന് പെട്ടെന്ന് എഴുന്നേക്കുക. സോ നമ്മൾ ആസനേഴ്സിന്റെ നടുവിൽ യു ഡു ഇറ്റ് അറ്റ് എ സ്ലോ പേസ്. ആർക്കൊക്കെ ഗിഡിനെസ് ഉണ്ടോ പെട്ടെന്ന് പോസ്റ്റർ മാറ്റരുത്. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് മെഡിസിൻ. സോ ഡ്രഗ്, ഫസ്റ്റ് ഡയറ്റ്, സെക്കൻഡ് എക്സസൈസ്, മൂന്നാമത് മെഡിസിൻസ്. നേരിട്ട് മെഡിസിൻസിൽ പോകാൻ പാടില്ല. ആദ്യം ഡയറ്റ്, സെക്കൻഡ് എക്സസൈസ്, മൂന്നാമത് മെഡിസിൻ. സോ ഈ ഫസ്റ്റ് 2 സ്റ്റെപ്പിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ടാബ്ലറ്റ്സിൽ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? സമയത്ത് കഴിക്കുക, സമയത്ത് ആഹാരം കഴിക്കുക. Do not self-medicate, and please do not share prescriptions. Narray time we see husbands may take the wife's tablet and they may develop low sugars and come. Avoid taking the dose. Loose motions or vomiting ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കാണ്ടിരിക്കുക. If you have underlying liver, kidney, heart problems, consult your doctor. അതായത് നമ്മുടെ മെഡിസിൻസ് മാറ്റേണ്ടി വരും, ചിലപ്പോൾ ഇൻസുലിൻ തുടങ്ങേണ്ടി വരും. സോ ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് യു ഷുഡ് ഗോ ഫോർ എ റിവ്യൂ. ചില മെഡിസിൻസ് മെറ്റ്ഫോമിൻ, വോഗ്ലിബോസ്, ഈ ഗുളികളിൽ ഡയറിയ വരാം. അങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുക. ചില മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ഓൾ എക്സ്പെൻസീവ് മെഡിസിൻസ് ആർ വെരി പവർഫുൾ ആൻഡ് ദ ചീപ്പർ വൺസ് ആർ വീക്ക്. സോ നമ്മൾ ചീപ്പർ വൺസ് കഴിക്കാം, അങ്ങനെ വില കൂടിയ മെഡിസിൻസ് ആണ് പവർഫുൾ. പക്ഷെ അത് അങ്ങനെയല്ല. എന്തൊക്കെ മെഡിസിൻസ് റീസെന്റ് ആയിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നോ, മാർക്കറ്റിൽ വന്നിരിക്കണോ, അതാണ് കൂടുതൽ എക്സ്പെൻസീവ്. സോ ഡിസ്കസ് ഓൾ ദിസ് വിത്ത് യുവർ ഡോക്ടേഴ്സ് and do not go under any false impression. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ please do not see the Google or do not discuss with non-medicos. Always consult your treating doctor to clarify. ഇൻസുലിൻസിൽ നിറയെ മിസ്റ്റേക്സ് ആണ്. ഇത് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസിൽ എക്സ്ക്ലൂസീവ്ലി യൂസ് ചെയ്യുന്നു. പല ടൈപ്പ് ഓഫ് ഇൻസുലിൻസ് ഉണ്ട്. നമ്മുടെ ലോകത്തിൽ ഏറ്റവും വൺ ഓഫ് ദ റിമാർക്കബിൾ ഡിസ്കവറീസ് ഇസ് ഇൻസുലിൻ ഇൻ 1921. ഈ ഇൻസുലിൻ വന്നതിന് ശേഷമാണ് ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ജീവിക്കുന്നത്. ഇതിനു മുമ്പേ എല്ലാം 100% മൊർട്ടാലിറ്റി ആയിരുന്നു, എല്ലാവരും മരിക്കുമായിരുന്നു. ഇൻസുലിൻസ് ഷോർട്ട് ആക്ടിംഗ് ഉണ്ട്, അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ഉണ്ട്, ലോങ് ആക്ടിംഗ് ഉണ്ട്, അൾട്രാ ലോങ് ആക്ടിംഗ് ഉണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ഇൻസുലിൻസ് ആർ ദേർ ഇൻ ദ മാർക്കറ്റ്. ആദ്യമൊക്കെ അനിമൽ ഇൻസുലിൻസ് യൂസ് ചെയ്യായിരുന്നു, പിന്നെ ഹ്യൂമൻ ഇൻസുലിൻസ് വന്നു, റിക്കോംബിനന്റ് DNA ടെക്നോളജി. ഇപ്പം ലേറ്റസ്റ്റ് ജനറേഷൻ ഇൻസുലിൻ അനലോഗ്സ് ആണ്. സോ ഇറ്റ്സ് ദ ബെസ്റ്റ് ചോയ്സ്. എനി കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇൻസുലിൻ നമുക്ക് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിലെ വെക്കാവൂ, സൈഡ് ഷെൽഫിൽ വെക്കണം. ഡു നോട്ട് ഫ്രീസ്. Thaw it to room temperature before use. Pen devices ഉണ്ട്, അത് യൂസ് ചെയ്യുക ഫോർ ഈസ് ആൻഡ് കംഫർട്ട്. പെന്ന് സൈഡ് ഷെൽഫിൽ വെക്കുക. നീഡിൽസ് എപ്പോഴും മാറ്റണം, 2 days once മാറ്റണം. ഇഞ്ചക്ഷൻ സൈറ്റ് വന്ന് അബ്ഡമൻ, തൈസ്, ആൻഡ് ചേഞ്ച് നീഡിൽസ് every 2 days. Please do not share your insulin vials with other people. ഇൻസുലിന്റെ ടെക്നിക് നമ്മൾ ഇതാണ്. സൈഡ്സ് അബ്ഡമൻ, നേവലിന്റെ ഒരു 2 inch വിടുക. തൈസോടെ സൈഡിലും നമ്മൾ ചെയ്യാം. എടുക്കേണ്ട ഇഞ്ചക്ഷൻ എടുക്കേണ്ട മസിലിൽ ഇടല്ല. എപ്പോഴും സ്കിന്നും മസിലിന്റെ നടുവിലുള്ള സ്പേസ്, സബ്ക്യൂട്ടേനിയസ് സ്പേസിൽ വേണം നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാൻ. ഇതാണ് പെൻ ഡിവൈസ്. ഇത് പിക്ചർ ആണ്. ഡിസ്പോസബിൾ പെൻസ് ഉണ്ട്, റീയൂസബിൾ പെൻസ് ഉണ്ട്. എന്റെ ലാസ്റ്റ് ഫ്യൂ സ്ലൈഡ്സ് ഈസ് ഓൺ ടെക്നോളജി. ഐ ജസ്റ്റ് കൺക്ലൂഡ് വിത്ത് ദാറ്റ്. കഴിയുന്നതും ഇത് യൂസ് ചെയ്യുക. ഇപ്പൊ ഞങ്ങൾ സ്ട്രെസ് ചെയ്യുന്നത് മോണിറ്റർ യുവർ ഡയബറ്റീസ് അറ്റ് ഹോം. സെൽഫ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ്. ഗ്ലൂക്കോമീറ്റേഴ്സ് വളരെ റിലയബിൾ ആണ്. ആൻഡ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ കാലിബ്രേറ്റ് ചെയ്യുക. എപ്പോഴും ലാബ് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ മെഷീൻ അവിടെ എടുത്തിട്ട് പോയി യു ചെക്ക് യുവർ കൺകറന്റ് ഷുഗേഴ്സ് ആൻഡ് സീ ഹൗ മച്ച് ഇസ് ദ ഡിഫറൻസ്. ഡിഫറൻസ് അപ് ടു 15 to 20 is acceptable. ഇപ്പം അടുത്ത് വരുന്നത് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം. ഇത് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇത് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യല്ല. ദിസ് ഇസ് ചെക്കിംഗ് ദ ഷുഗേഴ്സ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ സെൽസ് കോൾഡ് ഇന്റർസ്റ്റീഷ്യൽ ഗ്ലൂക്കോസ്. ഇപ്പൊ നമ്മളൊരു സെൻസർ വെക്കും, അതിങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് സ്കിന്നിലെ സബ്ക്യൂട്ടേനിയസ് സ്പേസിൽ ഇഞ്ചെക്ട് ചെയ്ത് വെക്കും. അതിൽ നിന്ന് ബ്ലഡ് ഷുഗേഴ്സ് every 5 minutes റെക്കോർഡ് ആയിട്ട് ട്രാൻസ്മിറ്ററിലേക്ക് വരും. ആൻഡ് ദാറ്റ് ഇസ് റെക്കോർഡഡ് ആൻഡ് ക്യാൻ ബി ഈവൻ അപ്ലോഡഡ് ഓൺ ടു യുവർ ഫോൺ. ഇപ്പോൾ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗിൽ ഇങ്ങനത്തെ പാറ്റേൺ ആണ് ഞങ്ങൾ ഡ്രോ ചെയ്യുന്നത്. ഇറ്റ്സ് കോൾഡ് AGP, ആംബുലേറ്ററി ഗ്ലൂക്കോസ് പ്രൊഫൈൽ. 14 days നമ്മൾ ആ പാച്ച് വെച്ച് കഴിഞ്ഞാൽ വി ടേക്ക് എ കമ്പ്യൂട്ടർ റീഡ് ഔട്ട് ആൻഡ് വി ഗെറ്റ് എ പാറ്റേൺ ഓഫ് ഷുഗേഴ്സ്. ഇത് നമുക്ക് ഡോക്ടേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആണ് ടു നോ വെൻ ഇസ് ദ പേഷ്യന്റ് ഡെവലപ്പിംഗ് ഹൈ പീക്സ്, വെൻ ഇസ് ഹി ഡെവലപ്പിംഗ് ലോ. ഇത് വെച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യാം. ഇത് എന്റെ കൺക്ലൂഡിംഗ് സ്ലൈഡ് ആണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ് വാക്സിനേഷൻ സ്കെഡ്യൂൾ. എൽഡർലി പീപ്പിളിന് വാക്സിനേഷൻ ഉണ്ട്. ഷുഗർ ഉള്ള എല്ലാ പേഷ്യൻസും ദേ ഷുഡ് ടേക്ക് ഫ്ലൂ വാക്സിൻ എവറി സെപ്റ്റംബർ ഓർ ഒക്ടോബർ. ആ സമയത്താണ് നമുക്ക് പുതിയ ബാച്ച് വരുന്നത്. ഇതിന് ഇൻഫ്ലൂവാക് ടെട്ര എന്ന് പറയും. എല്ലാ വർഷവും യു മസ്റ്റ് ടേക്ക് 1 dose. ഇതിൽ ഇൻഫ്ലുവൻസ വരാതെ ഇരിക്കാം. ഈ വർഷം എല്ലാവരും എടുത്തിരിക്കണം.
Second is pneumococcal vaccine. Pneumococcal വളരെ ഒരു severe pneumonia cause ചെയ്യുന്ന ഒരു vaccine ആണ്. Pneumovax we give first dose and subsequently second booster dose is given after 5 years. പിന്നെ കൊടുക്കുന്നത് herpes zoster. Herpes zoster elderly patients വളരെ common ആണ്. അതിന് മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നില്ല. But it's a variant of chicken pox vaccine. ഇത് severe pain ചിലപ്പോൾ കണ്ണിന്റെ ഏരിയയിൽ വരും. അതൊരു സെഗ്മെന്റിലായിട്ട് തന്നെ വരുന്നത്. അത് കാരണം വളരെ സിവിയർ പെയിൻ വരും. ഹെർപ്പറ്റിക് ന്യൂറാൾജിയ ഇതൊക്കെ എൽഡർലി പീപ്പിളിൽ കോമൺ ആണ്. ഡയബറ്റിസ് ഉണ്ടെങ്കിൽ വളരെ കോമൺ. സോ ഡയബറ്റിസ് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി all 50+ people should take zoster vaccine. ഇതിന് 2 ഡോസ് ഉണ്ട് at 2 to 6 months gap. കോവിഡ് വാക്സിൻ എല്ലാവരും എടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ടു സം അപ്പ്, eat healthy, exercise healthy, sleep healthy. സ്ലീപ്പിനെ പറ്റി എനിക്ക് അധികം പറയാൻ പറ്റില്ല, പക്ഷെ സ്ലീപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെ നൈറ്റ് ഷിഫ്റ്റ്സിൽ വർക്ക് ചെയ്യുന്നു, ഉറക്കമില്ലായ്മ ഉള്ളവർ ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്ത് സ്ലീപ്പിനുള്ള മെഡിസിൻസ് എടുക്കണം. Adequate sleep is required to maintain good glucose control. Test your blood sugars often, once in 15 days with glucometer at home, once in 3 months go to the lab. ഇത് നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. Take your medicines as prescribed and learn ways to manage stress, which all of you are doing. നിങ്ങൾ ദിവസം യോഗയ്ക്ക് വരുന്നു, ഡിസിപ്ലിൻഡ് ആയിട്ട് വരുന്നു. It's very very encouraging for me to see എല്ലാവരും elderly patient people are also coming. അത് തുടരുക and go for regular checkups. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് അത് ക്ലാരിഫൈ ചെയ്യുക. ഹരി ഓം. ഹരി ഓം ഗോപണ്ണ. ഹരി ഓം ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഹരി ഓം. അക്ക സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. ഹരി ഓം ഗോപണ്ണ. ഹരി ഓം. അപ്പോ ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഭൗതികായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ ഇന്ന് പറ്റുമെന്നറിയില്ല. ഡോക്ടറിന് ഇന്ന് ഒരു ബിസി ഡേ ആയിരിക്കും തോന്നുന്നു. 7:18 ഒരു 2-3 മിനിറ്റ് സമയമുണ്ടോ? തീർച്ചയായും. Okay. Can you talk about podiatry, doctor? Pardon me? Can you talk about the podiatry? Yeah, see, the complications itself needs 1 hour of presentation. I did not talk about foot care at all. I would like to do it. Foot care വളരെ ആവശ്യമാണ്. എല്ലാവരും it starts with especially ന്യൂറോപ്പത്തി ഇല്ലാത്തവരും ദിവസവും നമ്മൾ ഫുഡ് കാലിൽ ക്ലീൻ ചെയ്ത് വെക്കണം. കാലിലാണ് മാക്സിമം ഇൻഫെക്ഷൻസ് വരുന്ന ചാൻസ്. നമ്മൾ ബെയർ ഫുട്ട് നടക്കാൻ പാടില്ല, കഴിയുന്നതും ബെയർ ഫുട്ട് നടക്കാൻ പാടില്ല. ന്യൂറോപ്പത്തി ഉള്ള പേഷ്യൻസ് ടെമ്പിളിലെല്ലാം ഹോട്ട് സർഫസിൽ കാൽ വെക്കരുത്, ബ്ലിസ്റ്റേഴ്സ് ഫോം ആവും. സോ ദിവസം കിടക്കാൻ നേരത്തെ കാലിന്റെ അടിവശം നോക്കുക. എനി കട്ട്സ്, ഇഞ്ചുറീസ്, ബ്ലിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഉടനെ അത് അഡ്രസ് ചെയ്യണം. നെയിൽ കട്ടിങ് ബ്ലേഡ് യൂസ് ചെയ്യാൻ പാടില്ല, നെയിൽ കട്ടർ യൂസ് ചെയ്യുക. ഡീപ്പായിട്ട് കട്ട് ചെയ്യരുത്. കാൽ എപ്പോഴും കഴുകുന്ന ഹാബിറ്റ്സ് ഉള്ളവർ കാൽ എപ്പോഴും ഡ്രൈ ചെയ്യുക. ബിക്കോസ് ഫംഗൽ ഇൻഫെക്ഷൻസ് ആർ വെരി കോമൺ ഇൻ നെയിൽസ് ആൻഡ് ഫിംഗറിന്റെ ഇന്റർവെബ് സ്പേസസിലും ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം. സോ കാല് വെറ്റ് ചെയ്ത് എപ്പോഴും ഡ്രൈ ചെയ്യണം. സോ ഐ തിങ്ക് ഞാൻ കോംപ്ലിക്കേഷൻസ് എനിക്ക് പിന്നെ ഒരിക്കൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തീർച്ചയായും കോംപ്ലിക്കേഷൻസിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഒരു 2 ചോദ്യങ്ങൾ എളുപ്പം ആർക്കെങ്കിലും ചോദിക്കാനുണ്ട്? മോഹനണ്ണ എന്ന് ചോദിക്കാനുണ്ടോ? അറിയോ? ഇല്ല. ആർക്കാണ് ചോദ്യം ഉണ്ടെങ്കിൽ എളുപ്പം ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അറിയും. അപ്പൊ ഇന്ന് ഒരു പ്രത്യേക ഭൗതികായിരുന്നു. ഒരു ഡോക്ടർ പറയുമ്പോൾ നമ്മൾ എല്ലാവരും കേൾക്കും. അപ്പോ ഈ ഡോക്ടേഴ്സ് യോഗയെ പറ്റി പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഉദ്ദേശം യോഗ എത്രയും സ്പ്രെഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഇതില് നമുക്ക് അഞ്ജലി ഡോക്ടറിനെ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോ ചെന്നൈയിലുള്ളവരെല്ലാവരും, ചെന്നൈയിലെ കനകലക്ഷ്മി അക്ക, പിന്നെ പലരും ഉണ്ട് അവിടെ. അപ്പൊ അവരും ഈ ഡോർബെൽ അടിച്ചു. അപ്പോ ചെന്നൈയിലുള്ളവരെല്ലാരും ഇതേപോലെ നമ്മുടെ യോഗ സ്പ്രെഡ് ചെയ്യാം. ഇനിയും ചെന്നൈയിൽ നമുക്ക് ഒരുപാട് യോഗ ബന്ധുക്കളെ കിട്ടാനുണ്ട്. അപ്പൊ 12th ബാച്ച് തുടങ്ങുന്നു. അപ്പൊ ഡോക്ടർ 12th ബാച്ചിനെ പറ്റി കുറച്ച് പേഷ്യൻസിനോട് പറയാമെന്ന് തോന്നുന്നു, അല്ലെ? അറിയൂ. അപ്പൊ നമ്മുടെ സമിതിയുടെ പേരിലും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെ പേരിലും ഡോക്ടർ അഞ്ജലി അക്കയ്ക്ക് നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ അഭ്യാസം പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ശുഭദിനം. അറിയൂ.